ഹലോ ഗീസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഗീസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ള ന്യൂ ആളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയുടെ നോക്കാൻ പോകുന്നത് ബെസ്റ്റ് ആളൊരു ഫയർപ്പെട്ട സൈസ് ആട്ടോ. അപ്പോൾ 3 സൈസീസ് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ 3 സൈസിൽ നിന്ന് ഏതൊരു സൈസീസ് നിങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് കളിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ സൈസീസ് എന്താ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഫയർ ബട്ടൻ്റെ കറക്റ്റായ പൊസിഷനും അപ്പോൾ ഡ്രാഗ് ചെയ്താൽ അപ്പോൾ നമുക്ക് എങ്ങനെ ഡ്രാഗ് ചെയ്യാൻ പെട്ടെന്ന് അടിച്ചോട്ട് കയറും. അപ്പോൾ അതിൻ്റെ കറക്റ്റായ പൊസിഷൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ആളില്ല ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലൈക്ക് കൂടും ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗേസ് വീഡിയോയിലേക്ക് പോകാട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ തന്നെ നിങ്ങൾ എത്ര ഹെഡ്ഷോട്ടിന് വേണ്ടി നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ടും അപ്പോൾ എങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഹെഡ്ഷോട്ട് കയറാത്ത പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മളെല്ലാം ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മെയിനായ റീസണിൽ ഒന്ന് തന്നെയൊക്കെ നമ്മൾ ഫയർ ബട്ടണിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ ഫയർ ബട്ടണിൻ്റെ സൈസും. അപ്പം നിങ്ങൾക്ക് അനുയോജ്യമായുള്ള ഒരു ഫയർ ബട്ടൺ സൈസ് നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ മാക്സിമം ഹെഡ്ഷോട്ട് നമുക്ക് അതുവഴി മിസ്സായിട്ട് പോകും. അപ്പോൾ റീകോളായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഹെഡ്ഷോട്ട് എടുക്കുന്നത് ഒന്നുകിൽ ബോഡി ഷോട്ടായിട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ടോപ്പ് ആലേസ് ഫയർ ബട്ടൺ സെറ്റിംഗ്സിലേക്ക് പോവുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഫയർ ബട്ടൺ സൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ 53 ആണ്. അപ്പോൾ അതും നമുക്ക് എല്ലാ മൊബൈലിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ഇത് ലോ ഡിവൈസിന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫയർ ബട്ടൺ സൈസ് ആട്ടോ. അപ്പോൾ നിങ്ങളൊരു 2GB 3GB 4GB എന്നീ മൊബൈലിൽ പ്ലേ ചെയ്യുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ എന്തായാലും ഈ ഫയർ ബട്ടൺ സൈസ് നിങ്ങൾ വെച്ച് നോക്കുക. നല്ല ഇതിൽ മാറ്റം കാണാൻ പറ്റും. നമ്മൾ ലോ ഡിവൈസിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് മാക്സിമം ഫയർ ബട്ടൻ്റെ സൈസ് കുറക്കാനാണ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 53 താഴെ കുറച്ചാണെങ്കിൽ ഇതിക്കും കൂടുതൽ ഹെഡ്ഷോട്ട് കയറുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അപ്പോൾ ഇതാണ് ഇതിൽ കറക്റ്റായ പൊസിഷനായിട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ട്രൈ ചെയ്തിട്ടാണ് നിങ്ങൾ മുന്നിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. നമ്മുടെ ചാനൽ വീഡിയോ വരാൻ ടൈം എടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു ഫയർ ബട്ടൺ സൈസ് ആട്ടോ. അപ്പോൾ ഫയർ ബട്ടൺ സൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ 58 ആണ്. അപ്പോൾ 58 ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പറ്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഓക്കെ ഒന്നെങ്കിൽ നിങ്ങൾ 4GB റാമുള്ള മൊബൈലാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇത് മാക്സിമം റെക്കമെൻഡ് ചെയ്യുന്നത് 6GB റാമുള്ള മൊബൈലിനാട്ടോ. അപ്പോൾ 6GB റാമിൽ പക്കായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേ സെൻസിറ്റിവിറ്റി ആണ്. അപ്പോൾ എനിക്ക് പക്കായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തേ നമ്മൾ നോക്കാൻ പോകും നമ്മളെ മൂന്നാമത്തെ ഫയർ ബട്ടൺ സൈസ് ആട്ടോ. അപ്പോൾ മൂന്നാമത്തെ ഫയർ ബട്ടൺ സൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹൈ ഡിവൈസ് ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു 6GB 8GB അതുപോലെ 12GB റാമുള്ള മൊബൈലൊക്കെ പ്ലേ ചെയ്യുന്ന കുറേ അധികം പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു ഫയർ ബട്ടൺ സൈസ് ആണ്. അപ്പോൾ ഇതിന്റെ സൈസ് എത്ര വെച്ചാൽ 65 ആണ്. ഫയർ ബട്ടന്റെ സൈസ് 65 ആണ്. അപ്പോൾ 65 നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക. നല്ല മാറ്റം കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ കൂട്ടാനും നിൽക്കണ്ട കുറക്കാനും നിൽക്കണ്ട. അപ്പോൾ കൂട്ടണ്ട എന്നാണ് എനിക്ക് മെയിനായിട്ട് പറയുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ 1-2 പോയിന്റ് കുറച്ചാലും കൂട്ടാൻ നിൽക്കണ്ട. അപ്പോൾ കൂട്ടിയെ കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് ഷോട്ട് അത്രക്കും നല്ല രീതിയിൽ കയറണമെന്നില്ല ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഫയർ ബട്ടൺ ടോപ്പ് ഫയർ ബട്ടൺ സൈസ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫയർ ബട്ടൻ്റെ പൊസിഷൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ പൊസിഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇമേജിൽ ഒരു ബോക്സ് കാണാൻ പറ്റും. ഒരു ഡ്രോപ്പ് പോലെ ബോക്സ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടെങ്കിൽ മനസ്സിലാവുമെങ്കിൽ ആ ബോക്സിൽ കുറച്ച് താഴെ ഇറങ്ങി നിൽക്കുന്ന പോലെ. അപ്പോൾ ഇറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം നമ്മൾ ഫയർ ബട്ടൻ്റെ കാൽ ഭാഗം ഇറങ്ങി നിൽക്കുന്ന പോലെ ഓക്കെ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആയിട്ട് വീഡിയോയിൽ കാണുന്നുണ്ടോ ഓക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ കറക്റ്റായ പൊസിഷൻ. അപ്പോൾ ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും എല്ലാം ഇതുവഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആരും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ളൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുടെ കാണാം. ബൈ.